الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, ഇസ്തിഖാമ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോടായി പറയുകയുണ്ടായി, قاربوا وصددوا واعلموا أنه لن ينجو أحد منكم بعمله. നിങ്ങൾ മിതത്വം പാലിക്കുക, വസദ്ദിദു നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ അറിയണം, ഒരാളുടെയും അമൽ അയാളെ രക്ഷിക്കുകയില്ല. അതായത് അമലിന്റെ പേരിൽ മാത്രം നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷ നമുക്ക് ലഭിക്കുകയില്ല. അതായത് നമ്മളുടെ അമലുകൾക്ക് പകരമായിട്ടല്ല അള്ളാഹുവിന്റെ സ്വർഗമുള്ളത്. അത് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ ഔദാര്യമാണ്. നമ്മൾ എത്ര തന്നെ അമൽ ചെയ്താലും ആ സ്വർഗത്തിന് തുല്യമായ അമൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, താങ്കളുമോ റസൂലാണ്? ഞങ്ങളുടെ കാര്യം ശരി മനസ്സിലാക്കാം, പക്ഷെ താങ്കളുടെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പോലെ ഞാനും അതെ, ഇല്ല അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ടും അവൻ എന്നെ വലയം ചെയ്തെങ്കിലല്ലാതെ ഞാനും ഇതുപോലെ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ കൃത്യമായ ഒരു പാഠം നമുക്ക് പഠിപ്പിക്കുകയാണ്. മിതത്വം പാലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം ദീനിൽ പാടില്ല, ദീനിൽ അലംഭാവവും പാടില്ല, അതുപോലെ തന്നെ ജാഗ്രതയും പാടില്ല. ഇത് രണ്ടിനും ഇടയിലൂടെയുള്ള മിതത്വമായിട്ടുള്ള ഒരു മാർഗമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. 3 യുവാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ചെന്ന ഒരു സന്ദർഭം നമുക്ക് അറിയാം. അവിടുത്തെ ഭാര്യയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുത്തെ മഹത്തുൽ മുഅ്മിനീനായപ്പെട്ട മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവർ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത്? അപ്പോൾ അവർ കഴിയുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് വിവരിച്ചു കൊടുത്തു. അങ്ങനെ ഇവർ 3 ആളുകളും പിരിഞ്ഞു പോവുകയാണ്. അവർ അവർക്കിടയിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്താണ്, നമ്മൾ ഇതിനേക്കാൾ കൂടുതലായി ചെയ്തെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പെടുക്കും. രാവിലെ എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കും. ഒരാൾ പറഞ്ഞു. അടുത്തയാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിവാഹം കഴിക്കാതെ പൂർണ്ണമായും വിവാദത്തുകളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ ആൾ പറഞ്ഞു, ഞാൻ മുഴുവൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കും എന്ന് തീരുമാനമെടുത്തു. ഇത് കേട്ടത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തേടി ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇബാദത്തിന് യാതൊരു തടസ്സവുമില്ല. ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, നമസ്കരിക്കാറുമുണ്ട്. ഞാൻ നോമ്പെടുക്കുന്ന ദിവസങ്ങളുമുണ്ട്, നോമ്പ് വിടുന്ന ദിവസങ്ങളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ സുന്നത്തിനെ പിൻപറ്റുക. എന്റെ സുന്നത്തിനെ വെറുത്തവരാരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും. അപ്പോൾ ഇവിടെ തീവ്രമായ അമലുകളെ കൊണ്ടല്ല അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തി ലഭിക്കുന്നത്. അത് ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ കുടുംബത്തെയും എല്ലാം പീഡിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലുള്ള അമലുകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ഉത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിതത്വത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങുകയും എന്നാൽ തീരെ അലംഭാവത്തിലേക്ക് പോകാത്ത അവസ്ഥയിലേക്കുമാകുക, അതോടൊപ്പം തന്നെ ഇസ്തിഖാമത്തും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം. അതിൽ നിലയുറപ്പിക്കുന്ന അവസ്ഥയാണ് ഇസ്ലാം ശുപാർശ ചെയ്യുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.